ഭാരതത്തിന്റെ ഭരണചക്രം തിരിയുന്ന അധികാര കേന്ദ്രത്തിന് ഇനി പുതിയ വിലാസം. 1947 രാജ്യം സ്വതന്ത്രമായതു മുതൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന ചരിത്രപ്രസിദ്ധമായ സൗത്ത് ബ്ലോക്കിനോട് വിട പറഞ്ഞ് നരേന്ദ്രമോദി സർക്കാർ നിർമ്മിച്ച അത്യാധുനികമായ സേവാ തീർത്ത് സമുച്ചയത്തിലേക്ക് PMO മാറുകയാണ്. ജനുവരി 14 മകരസംക്രാന്തി ദിനത്തിലാണ് ഈ ചരിത്രപരമായ സ്ഥാനചലനം നടക്കുന്നത്. ഒരു ഓഫീസ് മാറ്റം എന്നതിനേക്കാൾ കൊളോണിയൽ കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളിൽ നിന്ന് ഭാരതീയമായ ഭരണസങ്കല്പങ്ങളിലേക്കുള്ള ഒരു വലിയ ദൂരമാണ് ഈ മാറ്റത്തിലൂടെ രാജ്യം പിന്നിടുന്നത്. എന്തുകൊണ്ടാണ് മകരസംക്രാന്തി ദിനം? വിശ്വാസപരമായും ജ്യോതിഷപരമായും ഭാരതീയർക്ക് ഏറെ പ്രാധാന്യമുള്ള ദിനമാണ് മകരസംക്രാന്തി. സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഉത്തരായന കാലത്തിന്റെ തുടക്കമായി ഇതിനെ കണക്കാക്കുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ശുഭകാര്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. കർമ്മം അവസാനിക്കുകയും പുണ്യം തുടങ്ങുകയും ചെയ്യുന്ന ഈ വേളയിൽ ഭരണകേന്ദ്രത്തിന്റെ മാറ്റം നടക്കുന്നത് ശുഭസൂചകമായി സർക്കാർ കാണുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള മാറ്റത്തിന്റെ പ്രതീകമായാണ് ഈ ദിനത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്താണ് സേവാ തീർത്ത്? ഇത് അധികാരത്തിന്റെ കേന്ദ്രമല്ല, സേവനത്തിന്റെ പുണ്യസ്ഥലമാണ്. സെൻട്രൽ വിസ്ത പുനർവികസന പദ്ധതിയുടെ ഭാഗമായാണ് സേവാ തീർത്ത് എന്ന ഈ പുതിയ സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ എക്സിക്യൂട്ടീവ് എൻക്ലേവ് എന്ന് അറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ഇപ്പോൾ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് തന്നെ സേവനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന തരത്തിലാണ്. സത്തയിൽ, അതായത് അധികാരത്തിൽ നിന്ന് സേവയിലേക്കുള്ള, അതായത് സേവനത്തിലേക്കുള്ള ചുവടുമാറ്റമാണ് ഈ പേര് സൂചിപ്പിക്കുന്നത്. 3 പ്രധാന കെട്ടിടങ്ങളാണ് ഈ സമുച്ചയത്തിലുള്ളത്. ഇതിൽ സേവാ തീർത്ത് 1 എന്ന കെട്ടിടത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അഥവാ PMO പ്രവർത്തിക്കുന്നത്. അത്യാധുനികമായ ആശയവിനിമയ സംവിധാനങ്ങളും ലോകോത്തര നിലവാരത്തിലുള്ള ഡിജിറ്റൽ മീറ്റിംഗ് ഹാളുകളും ഉൾപ്പെടുന്ന ഈ മന്ദിരം രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ ഭരണകേന്ദ്രങ്ങളിൽ ഒന്നാണ്. മറ്റൊരു പ്രധാന വിഭാഗമായ സേവാ തീർത്ത് 2 മാറ്റിവെച്ചിരിക്കുന്നത് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന് വേണ്ടിയാണ്. ഭരണപരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനും വിവിധ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ഏകോപനത്തിനും ചുക്കാൻ പിടിക്കുന്ന ഈ വിഭാഗം ഇതിനോടകം തന്നെ പുതിയ വിലാസത്തിലേക്ക് പ്രവർത്തനം മാറ്റിയിട്ടുണ്ട്. അവസാനമായി സേവാ തീർത്ത് 3 എന്ന കെട്ടിടം രാജ്യത്തിന്റെ പ്രതിരോധ സുരക്ഷാ കാര്യങ്ങളുടെ സ്ഥിരാകേന്ദ്രമായി പ്രവർത്തിക്കും. ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിന്റെ ഓഫീസും ഇവിടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ 3 നിർണായക വിഭാഗങ്ങളെ ഒരേ ക്യാമ്പസിനുള്ളിൽ എന്നാൽ പ്രത്യേക കെട്ടിടങ്ങളിലായി വിന്യസിച്ചത് ഭരണപരമായ വേഗത വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്ത്രപ്രധാനമായ സുരക്ഷ ഉറപ്പാക്കാനും സഹായിക്കുന്നു. ബ്രിട്ടീഷ് വാസ്തുശില്പിയായ ഹെർബർട്ട് ബേക്കൽ രൂപകൽപ്പന ചെയ്ത സൗത്ത് ബ്ലോക്ക് ഏതാണ്ട് 1 നൂറ്റാണ്ടോളം ഭാരതത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രമായിരുന്നു. എന്നാൽ ഈ കെട്ടിടങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ പ്രൗഢി കാണിക്കാൻ നിർമ്മിച്ചവ കൂടിയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗങ്ങളിൽ പലപ്പോഴും ഊന്നി പറഞ്ഞിട്ടുള്ള അടിമത്തത്തിന്റെ മനോഭാവം, അതായത് കൊളോണിയൽ മൈൻഡ് സെറ്റ് വെടിയുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവെപ്പാണ് ഈ മാറ്റം. അടുത്ത 10 വർഷത്തിനുള്ളിൽ മെക്കാളെ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി അടിച്ചേൽപ്പിക്കപ്പെട്ട കൊളോണിയൽ ചിന്താഗതികളിൽ നിന്ന് ഭാരതത്തെ പൂർണ്ണമായും മോചിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ നടപടി. സൗത്ത് ബ്ലോക്കും നോർത്ത് ബ്ലോക്കും ഇനി ചരിത്രത്തിന്റെ ഭാഗമാകും. യുഗേ യുഗീൻ ഭാരത് സംഗ്രഹാലയ എന്ന പേരിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയം സമുച്ചയമായി ഇവ മാറ്റപ്പെടും. ഭാരതത്തിന്റെ 5000 വർഷത്തെ സംസ്കാരവും പാരമ്പര്യവും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഇടമായി ഇവിടം മാറുകയാണ്. പഴയ കെട്ടിടങ്ങളിൽ സ്ഥലപരിമിതിയും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളും നേരിട്ടിരുന്നു. എന്നാൽ സേവാ തീർത്ത് ഇതിനൊരു ശാശ്വത പരിഹാരമാണ്. ഏകദേശം 1789 കോടി രൂപ ചെലവഴിച്ചാണ് ലാർസൻ ആൻഡ് ടൂബ്രോ ഈ സമുച്ചയം പൂർത്തിയാക്കിയത്. പ്രധാനമന്ത്രിയുടെ പുതിയ വസതിയും ഇതിനോട് ചേർന്ന് തന്നെ നിർമ്മിക്കുന്നുണ്ട്. നിലവിലെ 7 ലോക് കല്യാൺ മാർഗിലെ വസതിയിൽ നിന്ന് ഇവിടേക്ക് മാറുന്നതോടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ എളുപ്പമാവുകയും യാത്രയ്ക്കായി റോഡുകൾ തടയുന്നത് കുറയ്ക്കാനും സാധിക്കും. സൗത്ത് ബ്ലോക്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനൊപ്പം വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും പ്രവർത്തിച്ചിരുന്നു. നോർത്ത് ബ്ലോക്കിലാകട്ടെ ആഭ്യന്തര ധനകാര്യ മന്ത്രാലയങ്ങളും ഉണ്ടായിരുന്നു. സെൻട്രൽ വിസ്തയുടെ ഭാഗമായി ഈ മന്ത്രാലയങ്ങളെല്ലാം ഇപ്പോൾ കർത്തവ്യ ഭവൻ എന്ന പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാ മന്ത്രാലയങ്ങളെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ ഭരണപരമായ വേഗതയും ഏകോപനവും വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു. ഈ മാറ്റം വെറുമൊരു കെട്ടിടമാറ്റമല്ല, ഭാരതത്തിന്റെ ജനാധിപത്യം അതിന്റെ വേരുകളിലേക്ക് മടങ്ങുന്നതിൻ്റെയും അതേസമയം തന്നെ ആധുനിക ലോകത്തിന് അനുയോജ്യമായ രീതിയിൽ സ്വയം നവീകരിക്കുന്നതിൻ്റെയും പ്രതീകമാണ്. സേവാ തീർത്ത് എന്ന പേര് അർത്ഥമാക്കുന്നത് പോലെ ജനങ്ങളെ സേവിക്കുന്നതിനുള്ള ഒരു പുണ്യസ്ഥലമായി ഈ കേന്ദ്രം പ്രവർത്തിക്കുമെന്ന് ഭരണകൂടം ഉറപ്പു നൽകുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികത്തിലേക്ക് കടക്കുന്ന ഇന്ത്യക്ക് സ്വന്തമായ വാസ്തുവിദ്യയിലും അതുപോലെ തനിമയിലും പടുത്തുയർത്തിയ ഈ ഭരണകേന്ദ്രം പുതിയൊരു ആത്മവിശ്വാസം നൽകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.